ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു തോരൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ. കടുക് താളിക്കുന്നതിനൊപ്പം കുറച്ച് അധികം ഉഴുന്നൊക്കെ ഇട്ട് പൊട്ടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. പ്രത്യേകിച്ച് ഈ ക്യാരറ്റ് തോരന് ആ ഉഴുന്നും കൂടി ഇടുമ്പോഴേക്കും ഭയങ്കര നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്യണേ. ഞാൻ നല്ല വലിപ്പത്തിലുള്ള 3 ക്യാരറ്റാണ് ഫുള്ളായിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊത്തിയരിയാം, അല്ലെങ്കിൽ കുഞ്ഞായിട്ട് നീളത്തിലരിയാം, അല്ലെങ്കിൽ ചോപ്പറിൽ ചെറുതായിട്ട് അരിയാം. ഞാൻ ചോപ്പറിലിട്ട് അരിയുക ചെയ്തത് കേട്ടോ. നമ്മുടെ ക്യാരറ്റ്, ബീട്രൂട്ട്, പച്ചപ്പപ്പായ ഇതൊക്കെ തോരൻ വെക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചോപ്പറിലിട്ടാൽ നല്ല ഭംഗിയായിട്ട് അരിഞ്ഞ് കിട്ടും, ഒരേ വലിപ്പത്തിൽ അരിഞ്ഞ് കിട്ടും. നമ്മുടെ തോരന് കടുക് താളിക്കാനായിട്ട് ഞാൻ ആദ്യം ആ പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും, എണ്ണ ചൂടായി കഴിഞ്ഞപ്പോഴേക്കും ആദ്യം അതിലോട്ട് ഇട്ട് കൊടുത്തത് ഒരു 1/2 ടീസ്പൂൺ ജീരകമാണ്, നമ്മുടെ ചെറിയ ജീരകം. അത് കഴിഞ്ഞിട്ട് 1 ടീസ്പൂൺ കടുകും 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് മുഴുവനേ ഉള്ളതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ 2 വറ്റൽമുളക് മുറിച്ചതും 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കടുകൊക്കെ ഒന്ന് പൊട്ടി ആ ഉഴുന്നിൻ്റെയൊക്കെ നിറം മാറുന്നത് വരെ നമ്മളതൊന്ന് മൂപ്പിച്ച് കൊടുക്കണേ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് വലിയൊരു ഉള്ളിയാണ്, വലിയൊരു സവാളയുള്ളി കൊത്തിയരിഞ്ഞതും. അത് വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ഉപ്പുമാണ്. അതിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അതൊക്കെ പ്രയോജനം ചെയ്യാതിരിക്കത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ പ്രയോജനപ്പെടുമെന്ന് തോന്നുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പോൾ ആ ഉള്ളിയുടെ കൂട്ടത്തിൽ ഇട്ട ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഒരു 3 പച്ചമുളക് നടുവേ മുറിച്ചിട്ട് ഒന്നുകൂടെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉള്ളി വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇവിടെ എപ്പോഴും ഉപ്പിൻ്റെ അളവ് ഒരു ഇച്ചിരി കൂടുതലാണ്, അതുകൊണ്ടാണ് ഞാൻ ഉപ്പിൻ്റെ അളവ് കഴിയുന്നതും പറയാത്തത്. പക്ഷേ ഈ 1/4 ടീസ്പൂണൊന്നും ഒരു കാരണവശാലും കൂടുതലല്ല. ഇനി ഇതെല്ലാം കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് വഴലണം. അത് ബ്രൗൺ കളർ ആവുകയൊന്നും ചെയ്യില്ല, അത് നന്നായിട്ടൊന്ന് ഒതുങ്ങി വന്നാൽ മാത്രം മതി കേട്ടോ. ഇപ്പം നമ്മുടെ ഉള്ളിയും പച്ചമുളകും എല്ലാം പാകത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ, നന്നായിട്ട് വഴന്നിട്ടേ ഉള്ളൂ, പക്ഷേ ഇച്ചിരി പോലും അതിൻ്റെ നിറം പോയിട്ടില്ല. ഇപ്പോൾ ദേ നമ്മുടെ അരിഞ്ഞുകൊണ്ട് വന്ന ക്യാരറ്റ് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ച് നന്നായിട്ട് എല്ലാം ഒരുപോലെ ഒന്നായി കഴിയുമ്പോഴേക്കും നമുക്ക് അത് നടുക്കോട്ടൊന്ന് തട്ടിപ്പൊത്തി വെക്കണം. ഇതിലൊരിച്ചിരി പോലും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ക്യാരറ്റൊക്കെ പെട്ടെന്ന് വേവുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാരണവശാലും വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു തോരൻ്റെ ആ ഒരു ടേസ്റ്റ് മാറിപ്പോകും. ഒരു പ്രാവശ്യം ഞാൻ ഈ പറയുന്നത് പോലെ ക്ഷമയോടൊന്ന് ചെയ്താൽ നല്ല ഒന്നാം തരം ക്യാരറ്റ് തോരൻ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തതുപോലെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് അരിഞ്ഞതിന് ആവശ്യമായിട്ടുള്ള ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം മൊത്തം ഒരു 3/4 ടീസ്പൂൺ ഉപ്പേ ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇനി ആ ഉപ്പും കൂടെ ഒന്ന് ചേർക്കണം. പിന്നെ നമുക്ക് വേണ്ട ഒരു കാര്യം, ക്യാരറ്റ് വെന്ത് വരുമ്പോഴത്തേക്ക് കുറച്ചൊന്ന് നിറം കുറയുമല്ലോ. അല്ലെങ്കിലും എന്തിനാണെന്നുണ്ടെങ്കിലും നമ്മൾ കുറച്ചൊരു മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് നല്ലതല്ലേ. അതുകൊണ്ട് തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നടുക്കോട്ടെല്ലാം കൂടി ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കണം. എന്നിട്ട് അടപ്പ് കൊണ്ടൊന്ന് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വെക്കുമ്പോഴത്തേക്ക് തന്നെ ഒരുമാതിരി അത് വെന്ത് കഴിയും. ഒരു പകുതി കൂടുതൽ വേവായി കഴിയും. 2 മിനിറ്റ് കൊണ്ട് തന്നെ അതൊരു പകുതി കൂടുതൽ വേവായി കഴിയും. എന്നിട്ട് അതൊന്ന് തുറന്ന് നമ്മളൊന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരു ഇച്ചിരി പോലും അടുക്കി പിടിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം, അത് ഫ്ലെയിം പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ. വെള്ളം ഒഴിക്കാതെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അടി പിടിച്ചു പോകും. അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. അതെല്ലാം നന്നായിട്ടൊന്ന് ചൂടാകുന്നത് വരെ നല്ല ഫ്ലെയിമിൽ വെക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ലോ ഫ്ലെയിമിലാക്കി വെച്ചാൽ മതി. ഇപ്പം ദേ ഞാനതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് മൂടി വെക്കുകയാണ്. വീണ്ടും ഒരു 2 മിനിറ്റ് നേരം കേട്ടോ. ഇനി ഞാൻ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരു 1/2 കപ്പ് ചെറിയ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ 1/2 കപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരിച്ചിരി കുറവാണെന്ന് തോന്നിയത് കൊണ്ട് ഞാനൊരു 1/4 കപ്പ് ചെറിയ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം 3/4 കപ്പ് ലെവലായിട്ടാണ് ഞാൻ തേങ്ങ ചെറിയത് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആദ്യം ഇട്ട ഒരു 1/2 കപ്പ് തന്നെ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും മതി. പക്ഷേ ഇവിടെ തേങ്ങയൊക്കെ ഒരിച്ചിരി നല്ലോണം ഉള്ളത് തന്നെയാണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആ തേങ്ങയും കൂടെ ഒന്ന് കുക്കായി വരുന്ന ആ ഒരു സമയം മതി നമുക്ക് ഈ ക്യാരറ്റ് തോരൻ റെഡിയാവാനായി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ അളവുകളൊന്നും തെറ്റാതെ വളരെ സിമ്പിൾ ഒരു റെസിപ്പി അല്ലേ. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇപ്പോൾ ദേ നമ്മുടെ ക്യാരറ്റ് തോരനൊക്കെ നല്ല ഭംഗിയായിട്ട് റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ എന്ത് ശേലായിരിക്കുന്നു അല്ലേ. നല്ല ആവി പറക്കുന്ന തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം അത് നല്ലൊരു പാത്രത്തിലോട്ടൊന്ന് സെർവ് ചെയ്ത് കാണിക്കാവേ. അപ്പോൾ നമുക്ക് നാളെ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്